നമസ്കാരം. അടുത്തിടെയായി ലഹരി മാഫിയകളുടെ സ്വാധീനം കേരളത്തിൽ ഉൾപ്പെടെ നിരവധിയാണ്. പല കുറ്റകൃത്യങ്ങൾക്കും പിന്നാലെ അന്വേഷണം നടക്കുമ്പോൾ അതിലൊക്കെ തെളിയുന്നത് ലഹരിയുടെ സാന്നിധ്യം തന്നെയാണ്. അടുത്തിടെ നടന്ന എല്ലാ കൊലപാതകങ്ങളിലും ഇത് വ്യക്തമായതുമാണ്. അമ്മയെന്നോ അച്ഛനെന്നോ സഹോദരങ്ങളെന്നോ ഇല്ലാതെ ലഹരി മാഫിയകളുടെ പിടിയിലാകുന്നവർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന അവസ്ഥയാണ്. ആലുവയിൽ 13 വയസ്സുകാരനെ കാണാനില്ല എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം മടങ്ങി വന്നില്ല. ചായ കുടിക്കാനാണ് പോകുന്നതെന്നായിരുന്നു കുട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ രാത്രി വൈകിയും തിരിച്ചെത്താതെയായപ്പോൾ വീട്ടുകാർ ഓടി തിരഞ്ഞെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ചാനലുകൾ കുട്ടിയെക്കുറിച്ചുള്ള ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിട്ടതോടെ കുട്ടി വീട്ടിൽ തിരിച്ചെത്തി. ഈ സംഭവത്തിന്റെ ദുരൂഹതയും വൈകാരിക ഉത്കണ്ഠയുമാണ് ഇപ്പോൾ ആലുവയെ മുഴുവൻ അലട്ടുന്നത്. ലഹരി മാഫിയയ്ക്കും കുട്ടിയെ കാണാതായതുമായി ബന്ധമുണ്ടോ? ഏത് സാഹചര്യത്തിലൂടെയാണ് കുട്ടി പോയത്? ആലുവയിലെ ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നത് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കുകയാണ്. കുട്ടിയിൽ നിന്ന് പോലീസ് വിശദമായി മൊഴിയെടുക്കും. ആലുവ SNDP സ്കൂൾ വിദ്യാർത്ഥിയായ തായക്കാട്ടുകര സ്വദേശിയായ കുട്ടിയാണ് ചൊവ്വാഴ്ച രാത്രി മുതൽ കാണാതായതെന്ന് പരാതി ഉയർന്നത്. കുട്ടി ആലുവ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഏതെങ്കിലും ലഹരി കേന്ദ്രങ്ങളുമായി കുട്ടികൾക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. കുടുംബത്തിന്റെയും സ്കൂൾ അധികൃതരുടെയും മൊഴി പോലീസ് ശേഖരിക്കും. മാതാപിതാക്കളോട് കുട്ടിയെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇത്തരം ലഹരി മാഫിയകളെ തളയ്ക്കാൻ സംസ്ഥാന സർക്കാരോ പോലീസോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. താമരശ്ശേരി മേഖലയിൽ ലഹരി മാഫിയ ലഹരി വിരുദ്ധ പ്രവർത്തകരെയും ലക്ഷ്യമിടുന്നതായി പരാതിയുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തകരുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് മർദ്ദിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നുവെന്നാണ് പരാതി. ലഹരിക്കെതിരായി സ്ഥാപിച്ച ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. എന്നാൽ പോലീസിന്റെ സഹായം തങ്ങൾക്ക് കിട്ടുന്നില്ലെന്നും ആരോപണങ്ങൾ ഉയരുകയാണ്. എല്ലാ രാഷ്ട്രീയ മതസംഘടനയിലുള്ളവരും ജനകീയ സമിതിയിലുണ്ട്. 30ഓളം ഫ്ലെക്സ് ബോർഡുകൾ പലയിടങ്ങളിലായി വെച്ചിരുന്നു. അതവർ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് ജനകീയ സമിതി പ്രവർത്തകർ പറയുന്നു. കൂടാതെ ലഹരി വിരുദ്ധ പ്രവർത്തകരുടെ ഫോട്ടോ എടുത്ത് ലഹരി മാഫിയകൾക്ക് നൽകുകയും അവർ ആളുകളെ ആക്രമിക്കുകയാണെന്നും ജനകീയ സമിതി പ്രവർത്തകർ പറഞ്ഞു. നേരത്തെ ഒരാളെ വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഇക്കാര്യം പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ല. കേസ് എവിടെ എത്തി എന്നുവരെ അറിയില്ല. ലഹരി മാഫിയയ്ക്ക് നൽകുന്ന സഹായം പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും ജനകീയ സമിതി പ്രവർത്തകർ പറയുന്നു. താമരശ്ശേരി പുതുപ്പാടിയിൽ ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിഖും ഇങ്ങാപ്പുഴയിൽ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്ന യാസിറും ജോലി ചെയ്തത് ഒരേ തട്ടുകടയിലാണ്. രാത്രി കാലയളവിൽ 4-ാം വളവിൽ ആളുകൾ തമ്പടിക്കും. ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ പോലീസിനെ അറിയിച്ചാൽ പോലീസ് കൈമലർത്തുന്നതാണ് സ്ഥിരം പതിവ്. പോലീസിന് സ്ഥലത്തെത്താൻ വാഹനം പോലും ഇല്ലെന്നാണ് വിഷയം. അടിവാരത്ത് നിന്ന് 2 കേസുകൾ പിടിച്ചു. എന്നാൽ അവർക്ക് പിന്നിലുള്ളവരെയാണ് അറിയേണ്ടത്. പോലീസ് പ്രതികളെ പിടിച്ചാൽ അതിന് പിറകിലുള്ളവരെ അന്വേഷിക്കാറില്ല. ഓരോരുത്തർ മരിക്കുമ്പോൾ മാത്രമാണ് പിന്നിലുള്ള കാരണങ്ങൾ പുറത്തു വരുന്നതെന്നും ജനകീയ സമിതി പ്രവർത്തകർ പറയുന്നു. ഇത്തരം മാഫിയകളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ഇതുപോലെ 13-കാരനും 12-കാരനെയും ഒക്കെ കാണാതെ പോവുക തന്നെ ചെയ്യും. ഇതിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.